അട്ടപ്പാടി എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് മൂടൽ മഞ്ഞിൽ മറഞ്ഞ മലനിരകളും കാടിന്റെ ഗന്ധവും വളവുകൾ നിറഞ്ഞ ചുരപ്പാതയും ആദിവാസി സംസ്കാരത്തിന്റെ നിശബ്ദ സൗന്ദര്യവും നമുക്കിവിടെ ആസ്വദിക്കാം. മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ പ്രകൃതിയുടെ ഭാവം മാറി തുടങ്ങും. ചൂടുള്ള നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്ന് മെല്ലെ മലമുകളിലേക്ക് ഉയരുമ്പോൾ കാറ്റിന്റെ തണുപ്പ് കൂടും. ഓരോ വളവും പിന്നിടുമ്പോൾ മുന്നിൽ തുറന്നു കാണുന്നത് പച്ചപ്പിന്റെ പുതിയൊരു ലോകമാണ്. ഈ ചുരപ്പാത പ്രധാനമായും കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മലനിര കൂടിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലനിരകളിലൂടെ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിനും വനവിഭവങ്ങൾ എത്തിക്കുന്നതിനുമായി ഈ പ്രദേശങ്ങളിലെ റോഡുകൾ വികസിപ്പിക്കപ്പെട്ടുവെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് കേരള സർക്കാരും പൊതുമരാമത്ത് വകുപ്പും ചേർന്നാണ് ഇന്നത്തെ രൂപത്തിലേക്ക് റോഡ് വികസിപ്പിച്ചത്. കൃത്യമായി ഒരു വ്യക്തി നിർമ്മിച്ചത് എന്നതിലുപരി പല ഘട്ടങ്ങളിലൂടെയും വികസിപ്പിച്ച ഒരു മലപ്പാതയാണ് നമ്മുടെ അട്ടപ്പാടി ചുരം. അട്ടപ്പാടി ചുരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രകൃതി വൈവിധ്യമാണ്. ഒരു വശത്തെ കനത്ത കാടുകൾ, മറുവശത്തെ ആഴമേറിയ താഴ്വരകൾ, മഴക്കാലത്ത് മലകളിലൂടെ വെള്ളച്ചാട്ടങ്ങൾ, പാഞ്ഞിറങ്ങുന്ന കാഴ്ചകൾ. ഈ യാത്രയെല്ലാം തന്നെ സ്വർഗീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെയുള്ള കാടുകൾ പ്രധാനമായും പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. മുളക്കാടുകൾ, യൂക്കാലിപ്സ്, തേക്ക്, കാട്ടുവേപ്പ് എന്നീ വിവിധ ഔഷധ സസ്യങ്ങൾ ഇവിടെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. അട്ടപ്പാടി ചുരത്തിൽ നിരവധി ഹെയർപിൻ വളവുകൾ ഉണ്ട്. വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് നാട്ടുകാർ പൊതുവെ 18 വളവുകൾ, 20-ലധികം വളവുകൾ എന്നിങ്ങനെ പറയാറുണ്ട്. അകളി, ഷോളയൂർ പോലുള്ള പ്രദേശങ്ങളിൽ ഇരുളർ, മുടുകർ, കുറുമ്പർ എന്നീ ആദിവാസി വിഭാഗങ്ങളുടെ ജീവിത രീതികൾ ഇന്നും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു. മലകളും കാടുകളും അവർക്കൊരു ഭൂമിശാസ്ത്രമല്ല, ജീവിതമാണ്. ഓരോ ഹെയർപിൻ കയറുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാട്ടിൽ ഒരുപാട് ജന്തുക്കൾ ജീവിക്കുന്നുണ്ട്. വനജീവികളായ അവയ്ക്ക് നമ്മൾ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രാത്രിയിൽ കാട് കൂടുതൽ ഗൗരവമുള്ള നിശബ്ദത കൈവരിക്കും. അതുകൊണ്ടുതന്നെ രാത്രിയിലുള്ള യാത്രകൾ പരമാവധി നമ്മൾ ഉപേക്ഷിക്കുക. അട്ടപ്പാടിയുടെ ഓരോ വളവും ഒരു രഹസ്യം പോലെ തുറക്കുന്നു. ഒരു വശത്തെ അഗാധമായ താഴ്വരയും മറുവശത്തെ വനത്തിന്റെ ഇരുണ്ട നിശബ്ദതയും. പ്രകൃതി ഇവിടെ ഓരോ തിരിവിലും പുതിയൊരു ഫ്രെയിം സമ്മാനിക്കുന്നു. അട്ടപ്പാടി ചുരത്തിൽ ഓരോ ഹെയർപിൻ വളവും ഓരോ കാഴ്ചയാണ് നമുക്കായി സമ്മാനിക്കുന്നത്. എന്നാൽ ചില വളവുകൾ യാത്രക്കാരുടെ മനസ്സിൽ പ്രത്യേകമായി പതിഞ്ഞവയാണ്. ഈഗിൾ വ്യൂ പോലുള്ള ഉയർന്ന വളവുകൾ, മൂടൽ മഞ്ഞ് വളവുകൾ, കാടിനുള്ളിലൂടെ പോകുന്ന ബ്ലെൻഡ് കർവുകൾ, ഇതെല്ലാം തന്നെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. പ്രധാനപ്പെട്ട വളവുകളിൽ ഒന്ന് തന്നെയാണ് ഈഗിൾ വ്യൂ പോലുള്ള ഉയർന്ന വളവുകൾ. ചില ഉയർന്ന വളവുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പാമ്പ് പോലെ വളഞ്ഞു കിടക്കുന്ന മുഴുവൻ റോഡും കാണാം. താഴ്വരയും കാടും മേഘവും ഒരുമിച്ചെത്തുന്ന ഈ കാഴ്ചയാണ് വ്ളോഗർമാർ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കുന്നതും. മൂടൽ മഞ്ഞ് വളവുകൾ. പ്രഭാത സമയത്ത് ചില വളവുകൾ മുഴുവൻ മഞ്ഞിൽ മറഞ്ഞിരിക്കും. മുന്നിൽ വാഹനം പോലും കാണാനാകാത്ത വിധം കട്ടിയുള്ള മഞ്ഞ് ചിലപ്പോൾ ഇറങ്ങി വരും. ഈ ഭാഗങ്ങൾ യാത്രയ്ക്ക് സാഹസിക ഭാവവും നൽകും. കാടിനുള്ളിലൂടെ പോകുന്ന ബ്ലെൻഡ് കർവുകൾ. അവയ്ക്കൊരു പ്രത്യേക ഭംഗിയാണ്. ചില വളവുകൾക്ക് അരികിൽ തന്നെ കനത്ത കാടാണ്. സൂര്യപ്രകാശം പോലും പൂർണ്ണമായും എത്താത്ത ഭാഗങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ കാറ്റിന്റെ ശബ്ദവും പക്ഷികളുടെ ശബ്ദവും മാത്രമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇത്രയും മനോഹരവും ആസ്വദിക്കാനും നിശബ്ദമായിട്ടുള്ള താഴ്വരകളെയും മലമേടുകളെയും കണ്ടാസ്വദിക്കാനും പറ്റുന്ന ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ അട്ടപ്പാടി ചുരം. പ്രകൃതിയുടെ കൗതുക ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ദൈവഗണങ്ങളെ സ്പർശിക്കാൻ സാധിക്കും. ആത്മീയ ചിന്ത നാം അറിയാതെ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തും. ഇത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു യാത്ര കൂടിയായിത്തീരും.
അട്ടപ്പാടി ഹെയർ പിൻ ബെൻഡുകളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഹെയർ പിൻ ബെൻഡിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഇത്തിരി നേരം ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഈ കാഴ്ചകൾ കാണുമ്പോൾ വീണ്ടും നമുക്ക് അട്ടപ്പാടി ചുരം സന്ദർശിക്കാൻ തോന്നും. അട്ടപ്പാടി ചുരം നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്. പാലക്കാട് മണ്ണാർക്കാട് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വഴിയൊന്ന് സന്ദർശിക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കുറെ സെൽഫിയൊക്കെ എടുത്ത് വീഡിയോസ് ക്ലിപ്പുകളെല്ലാം പകർത്തി നമ്മൾ വീണ്ടും യാത്രയിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഇവിടെ ഒരുപാട് മാലിന്യങ്ങൾ മനുഷ്യർ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യാതിരിക്കുക. പ്രകൃതിയെയും പ്രകൃതിയിലെ ജന്തുക്കളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. അട്ടപ്പാടി ചുരം ഇവിടെ അവസാനിക്കുകയാണ്. ചില ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു യാത്രയായി വീണ്ടും കാണാം. മുള്ളി വഴി അട്ടപ്പാടിയാണ് ഇനി അടുത്ത ക്ലിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു യാത്രയായി കണ്ടുമുട്ടാം.